പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനെ യേശു മഹാരാജാവ് ഒരിക്കൽ കൂടി എളിദാസിനെ അനുവദിച്ചോർത്ത് യേശു ക്രിസ്തുവിന് നന്ദിയും സ്തുതിയും സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, വരുന്നു നിഗൂഢ മരണങ്ങൾ നമ്മൾ കേട്ടു, കുറേയേറെ ആളുകൾ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയുധങ്ങളില്ലാതെ മനുഷ്യനെ കൊല്ലാനുള്ള സംവിധാനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. നമുക്ക് യുദ്ധങ്ങളില്ലാതെ കൊല്ലാം, മാരകായുധങ്ങൾ ഉപയോഗിക്കാതെ കൊല്ലാം. അതിൻ്റെ കുറേ തെളിവുകൾ നമ്മൾ ഒരു 10-15 വർഷമായിട്ട് കാണുകയാണ്. ലോകത്തിൽ ധാരാളം പുരുഷന്മാർ വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ച് ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പം ഭാര്യ നവവധു വീട്ടിൽ ആത്മഹത്യ ചെയ്തു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കാണുന്നു. കുറേയേറെ വാർത്തകൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന കാര്യമാണ്. അവിടെ ആത്മഹത്യ ഉണ്ടായ പ്രേരണ എന്താണ്? അതാരും അന്വേഷിക്കാറില്ല, അന്വേഷിച്ചിട്ടുമില്ല. അതിന് പിന്നിൽ വാക്കത്തെയോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, ഒരു മാരകായുധങ്ങൾ ഉപയോഗിച്ചിട്ടല്ല കൊലപാതകം നടന്നിരിക്കുന്നത്. അതിൻ്റെ പിന്നാമ്പുറകളിൽ നടന്ന വലിയ ആത്മീയ സംഘർഷം, അതിൻ്റെ പിന്നിൽ വലിയൊരു നിഗൂഢ രഹസ്യങ്ങൾ അതെല്ലാം ഉണ്ട്. അതിൻ്റെ പേരിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ കാലഘട്ടം അതിൻ്റെ അന്ത്യകാലത്താണ്. പ്രത്യേകിച്ചും കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. ഇത് തിന്മ നിറഞ്ഞ യുഗമാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ എഴുതി വെച്ച വചനങ്ങളാണ്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, പ്രിയപ്പെട്ടവരെ, അറിവിൻ്റെ തലത്തിൽ, ജ്ഞാനത്തിൻ്റെ തലത്തിൽ 2000-3000 വർഷങ്ങൾക്ക് മുമ്പ് സർവശക്തനായ ദൈവം എഴുതി വെച്ചത്, അറിവിൻ്റെ തലം വന്നപ്പോൾ അത് വസ്തുവായിട്ട് രൂപാന്തരം പ്രാപിച്ചു. ആ വസ്തുക്കളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കറിയാം. സക്രിയാപ്രവചനൻ്റെ പുസ്തകത്തിൽ ഒരു വചനമുണ്ട്. സക്രിയാപ്രവചനൻ്റെ പുസ്തകത്തിൽ വളരെ മനോഹരമായ ഒരു നിഗൂഢ വചനം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. സക്രിയാപ്രവചനൻ്റെ പുസ്തകം 9-ാം അധ്യായം 15-ാം തിരുവചനം. അതിങ്ങനെയാണ്: അതുകൊണ്ട് അവർ കവിണക്കല്ല് വിഴുങ്ങുകയും ചവിട്ടി മെതിക്കുകയും ചെയ്യും. അതാണ് വചനം. കവിണക്കല്ല് എന്ന് പറഞ്ഞാൽ തെറ്റാലിയാണ്. തെറ്റാലി കൊണ്ട് ഇങ്ങനെ കല്ല് വെച്ചിട്ട് ഗോലിയത്തിനെ എറിഞ്ഞു കൊന്നു എന്ന് നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് യുദ്ധത്തിന് ഉപയോഗിക്കുന്നത് കവിണക്കല്ലല്ലെന്നും ആ സ്ഥാനത്ത് അയൺ ഡോം, അയൺ ബീം എന്ന് പറയുന്നതൊക്കെ ആധുനിക യന്ത്രങ്ങളാണെന്നും അതുപയോഗിച്ചാണ് മിസൈൽ ലോഞ്ചറുകളിൽ നിന്ന് മിസൈൽ പുറപ്പെട്ടു പോകുന്നത്, അതിനെ വെടിവെച്ച് ലോകം കാണുകയാണ്. അപ്പോൾ ഇവിടെ ഇത് എഴുതി വെച്ചത് 2500-3000 വർഷങ്ങൾക്ക് മുമ്പാണ്. ജ്ഞാനത്തിൻ്റെ തലത്തിൽ ദൈവവചനമായിട്ട് എഴുതി വെച്ചു. അത് അറിവിൻ്റെ തലം പ്രാപിച്ച് വസ്തുവായിട്ട് രൂപാന്തരം പ്രാപിക്കാൻ 3000 വർഷക്കാലം ലോകം, ചരിത്രം കാത്തിരിക്കേണ്ടി വന്നു. അങ്ങനെ ആ കാലഘട്ടം വന്നപ്പോൾ അറിവിൻ്റെ തലം വരികയും അത് ടെക്നോളജി എന്ന രൂപത്തിൽ കൂടെ ആ വസ്തു നിർമ്മിക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ കണ്ണിൽ അയൺ ഡോം എന്ന, അല്ലെങ്കിൽ അയൺ ബീം എന്ന വസ്തുക്കൾ കാണാൻ നമുക്ക് സാധിച്ചു. അപ്പോൾ വാളോ പരിചയം എന്നൊക്കെ പറഞ്ഞ് കർത്താവ് പറയുമ്പോൾ, അന്നത്തെ വാളും പരിചയമല്ല ഇന്ന് യുദ്ധത്തിൽ ഉപയോഗിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അതിന് പരിചയമായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നത് യുദ്ധ ടാങ്കുകളാണ്, റഡാറുകളാണ് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അറിവും ജ്ഞാനവും അതിൽ തന്നെ അതിൻ്റെ അതീന്ദ്രിയ ജ്ഞാനഫലം, അതിൻ്റെ പരിണത ഫലം, അതൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു പ്രതീകാത്മക അർത്ഥം നമുക്കിനി ആവശ്യമില്ല. വിശുദ്ധ ഗ്രന്ഥത്തെ സർവശക്തനായ ദൈവം എല്ലാം പ്രതീകാത്മക അർത്ഥത്തിൽ കൂടെ, ഇപ്പോൾ വയൽ എന്നൊരു വാക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിനർത്ഥം, അല്ലെങ്കിൽ കാള എന്നൊരു വചനം നമ്മൾ കണ്ടാൽ, കാള വയലിൻ്റെ പ്രതീകമാണ്. പഴയ കാലങ്ങളിൽ വയൽ ഉഴുതു മറിക്കുന്ന കാള ഉപയോഗിച്ചിട്ടായിരുന്നു. അപ്പോൾ കാള എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിന് വയലുമായിട്ട് ബന്ധമുണ്ട്. വയലിൽ ഉഴുതു മറിക്കുന്നു, വയലിൽ സമ്പത്തുണ്ടാകുന്നു, സമ്പത്ത് വിറ്റ് പണമുണ്ടാക്കുന്നു. അപ്പോൾ അതിന് അടിസ്ഥാന കാരണം ഈ കാളയും അതിൻ്റെ സംവിധാനം. ഇന്ന് ആ സ്ഥാനത്തെ ട്രാക്ടറുകളാണ്. അപ്പോൾ ഇനി അങ്ങനെയൊക്കെ പറയേണ്ട ഒരു ആവശ്യകത ഇനി ലോകത്തിനില്ല. കാരണം ചില കാര്യങ്ങൾ എല്ലാം പ്രതീകാത്മക അർത്ഥത്തിൽ സംസാരിച്ചാൽ സർവശക്തനായ ദൈവം അതിൻ്റെ പൂർണ്ണാവസ്ഥ, അതിൻ്റെ ടെക്നോളജി അഥവാ ആ യന്ത്രയുഗം അല്ലെങ്കിൽ അതിൻ്റെ അറിവിൻ്റെ തലം വന്നപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് കാണും. അതുകൊണ്ടാണ് നമുക്കറിയാം, ജെറുസലേം ദേവാലയത്തിൽ യേശു ക്രിസ്തു കടന്ന് പ്രവേശിച്ചിട്ട് അവിടെ കാള, ആട്, പ്രാവ്, നാണയം എന്നീ 4 വസ്തുക്കളെ കർത്താവ് തട്ടിമറിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇന്നെന്താണ്? ഇന്ന് കാള എന്ന് പറയുന്ന വയലുകളാണ്. വയലുകൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം, ജർമ്മൻ ഭാഷാ വിദ്യാഭ്യാസം, ടെക്നിക്കൽ കോളേജ്, IT കോളേജ് എല്ലാം കാളയുടെ പ്രതീകമാണ്. എന്ന് പറഞ്ഞാൽ ആ വയൽ അത് ഇംഗ്ലീഷ് പഠിക്കുന്നു, വിദേശത്തേക്ക് പോകുന്നു, പണമുണ്ടാക്കുന്നു, വയലുകൾ. അതുപോലെ തന്നെ അപ്പോൾ നാണയം എന്ന് പറയുന്നത് വിദേശ ജോലി. അന്ന് പ്രതീകാത്മക അർത്ഥത്തിലെങ്കിൽ ഇന്ന് അത് പൂർണ്ണാവസ്ഥ പ്രാപിച്ചു. ഇന്ന് അറിവിൻ്റെ തലവും കടന്ന് അതിൻ്റെ അതീന്ദ്രിയ ജ്ഞാനത്തലം, അതിന് പരിണിത ഫലവും നമ്മൾ കണ്ടപ്പോൾ
അറിവും ജ്ഞാനവും അതീന്ദ്രിയ ജ്ഞാനവും ഒന്നിച്ച് കൂടി ആ സംഭവത്തെ ലോകം കാണുകയും കേൾക്കുകയും ചെയ്ത് അതിൻ്റെ പരിണിത ഫലത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ആധുനിക ജനം ഇനി മനസ്സിലാക്കേണ്ടത് എന്താണ്? അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് പാതാളത്തിൻ്റെ രൂപീകരണമാണ്. മറ്റൊന്ന് സ്വർഗത്തിൻ്റെ രൂപീകരണമാണ്. അതിനപ്പുറത്തേക്ക് വരുന്നത് ഇത് രണ്ടും സംഭവിക്കണമെങ്കിൽ പ്രപഞ്ചമില്ലാതാകണം. അങ്ങനെ പ്രപഞ്ചമില്ലാതാകണമെങ്കിൽ അതിന് ഹൈപ്പർസോണിക് മിസൈൽ എന്ന സാധനം വേണം. ആ ഹൈപ്പർസോണിക് മിസൈലും കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ കർത്താവ് സെഫാനിയുടെ പുസ്തകത്തിൽ ഹൈപ്പർസോണിക് മിസൈലിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു കഴിയുമ്പോഴേ നമുക്കതിൻ്റെ ആ എഴുതി വെച്ച കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അത് സെഫാനിയുടെ പുസ്തകം 1-ാം അധ്യായം 18-ാം തിരുവചനമാണ്. അവൻ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്: അസഹിഷ്ണുവായ അവിടുത്തെ ക്രോധത്തിൻ്റെ അഗ്നിയിൽ ഭൂമി മുഴുവൻ ദഹിച്ചു പോകും. ഭൂവാസികളെ മുഴുവനും അവിടുന്ന് പൂർണ്ണമായും പെട്ടെന്നും ഉന്മൂലനം ചെയ്യും. അങ്ങനെ ഉന്മൂലനം ചെയ്യണമെങ്കിൽ അതിന് തത്തുല്യമായ ഒരു യന്ത്രം, അത് ഒന്നെങ്കിൽ ആയുധമാരികളെ ഹൈപ്പർസോണിക് മിസൈൽ കൂടെ കൊണ്ടിടുന്ന ഭീമാകാരമായ ഹൈഡ്രജൻ ബോംബായിരിക്കണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടായെങ്കിലേ ഈ പറഞ്ഞ വചനം സംഭവിക്കുള്ളൂ. എന്നാൽ ഇതിൻ്റെ വചനരൂപത്തിൻ്റെ യന്ത്രരൂപങ്ങൾ അഥവാ അറിവിൻ്റെ തലം ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത നമ്മൾ ചിന്തിക്കുന്നത് ഏറ്റവും പരമപ്രധാനമായി നാം കാണാനും പോകുന്നതും തൊട്ടടുത്ത് എത്തിയിരിക്കുന്നതും കണ്ണുകൊണ്ടിപ്പോൾ പല രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും നിഗൂഢമായി നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നതും എല്ലാ മനുഷ്യരും രഹസ്യമായി കണ്ടുകൊണ്ടിരിക്കുന്നതുമായ ഒന്നാണ് ആധുനിക സോദോം ഗൊമോറ. ഇനി പ്രിയ സഹോദരങ്ങളെ, ആധുനിക സോദോം ഗൊമോറ ലോകത്ത് വരാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നോഹയുടെ ലൂക്കായുടെ സുവിശേഷത്തിൽ നോഹയുടെ ദിനങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യത്വത്തിൻ്റെ ആഗമനെന്നും ലോത്തിൻ്റെ നാളുകൾ സംഭവിച്ചെങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കും മനുഷ്യത്വത്തിൻ്റെ ദിവസങ്ങളിലും എന്ന് നാം വിശുദ്ധഗ്രന്ഥത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ ഈ നോഹയുടെ ദിനങ്ങൾ എന്താണ്, അതിൻ്റെ തന്നെ പറയുന്നത് ലോത്തിൻ്റെ നാളിൽ സംഭവിച്ചത് എങ്ങനെയാണ്, അതുപോലെ തന്നെയായിരിക്കും എന്ന് പറയുമ്പോൾ ലോത്തിൻ്റെ നാളിൽ സംഭവിച്ചത് എന്താണ്, അതാണ് ഇനി നമ്മൾ പഠിക്കേണ്ടതായിട്ടുമുള്ളത്. പ്രിയപ്പെട്ടവരെ, അത് എഴുതി വെച്ചത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷമുണ്ട്, മറ്റൊന്ന് ലൂക്കായുടെ സുവിശേഷമാണ് വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് എഴുതി നോഹയുടെ ദിനങ്ങൾ, അത് നമുക്ക് പ്രതീകാത്മക അർത്ഥത്തിൽ ദൈവം എഴുതിയിരിക്കുകയാണ്. അതിന് അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ തലത്തിൽ ആ വചനം എഴുതി ലൂക്കായുടെ സുവിശേഷത്തിൽ. അത് മറ്റൊന്ന് ഇനി വരാൻ പോകുന്ന ലോത്തിൻ്റെ നാളിൽ സംഭവിച്ചെങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കും മനുഷ്യത്വത്തിൻ്റെ നാളിലും. അപ്പോൾ ഒന്ന് നോഹയുടെ ദിനങ്ങൾ പോലെ, മറ്റൊന്ന് ലോത്തിൻ്റെ നാളിൽ പോലെ. ഇത് രണ്ടും പ്രതീകാത്മക അർത്ഥത്തിൽ കർത്താവ് വചനരൂപത്തിൽ ജ്ഞാനത്തിൻ്റെ രൂപത്തിൽ എഴുതി വെച്ചെങ്കിൽ ഇനി ഇതിൻ്റെ അറിവിൻ്റെ തലമാണ് നാം ചിന്തിക്കേണ്ടത്. ആ അറിവിൻ്റെ തലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആധുനിക മോഡേൺ ടെക്നോളജീസ്, പ്രത്യേകിച്ചും നമ്മുടെ മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ, പിന്നെ വലിയ ടെലിവിഷൻ സംവിധാനങ്ങളെല്ലാം, വാർത്താവിനിമയ മേഖല എല്ലാം അതിൻ്റെ ഒരു പ്രതീകാത്മക അർത്ഥത്തിൻ്റെ വസ്തുരൂപമാണ്. അപ്പോൾ അറിവിൻ്റെ തലവും ജ്ഞാനത്തിൻ്റെ തലവും ഇവിടെ കണ്ടുമുട്ടുക മാത്രമല്ല, ഇതിൻ്റെ തന്നെ ആധുനിക ലോകത്തിലെ നോഹയുടെ ദിനങ്ങളും ആധുനിക ലോകത്തിലെ ലോത്തിൻ്റെ നാളുകളും അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും തലത്തിലുള്ള പരിണിത ഫലം കണ്ടുപിടിക്കപ്പെടുകയും മനുഷ്യർ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതിൻ്റെ അതീന്ദ്രിയ ജ്ഞാനതലമായ അതിൻ്റെ പരിണിത ഫലം ലോകം കണ്ടുകൊണ്ടുവരികയാണ്. അത് പല രീതിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഒന്നാമത്തെ ദാമ്പത്യ തകർച്ച, വിശ്വാസ തകർച്ച, സഭാ തകർച്ച, രാഷ്ട്രങ്ങളുടെ തമ്മിലുള്ള പ്രശ്നങ്ങൾ, മനുഷ്യരിൽ നിന്ന് നീതിയുടെ ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥകൾ, ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത അവസ്ഥകൾ, കൂതാശികൾക്ക് മഹത്വം വിലയും കൽപ്പിക്കാത്തവർ, സഭാ സംവിധാനങ്ങളെ അവഹേളിക്കുന്നവർ, പുച്ഛിച്ച് കളുന്നവർ, ഇങ്ങനെ അതിൻ്റെ പരിണിത ഫലം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഇനി നീക്കി പുറത്തു വരാനുള്ളത് അടിസ്ഥാനപരമായിട്ട് ഒന്ന് നോഹയുടെ ദിനവും മറ്റൊന്ന് ലോത്തിൻ്റെ നാളുകളുമാണ്. അതിന് ലോത്തിൻ്റെ നാളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് സോദോം ഗോമോറ എന്നായിരുന്നു വിശുദ്ധഗ്രന്ഥത്തിൽ എഴുതിപ്പിച്ചിരിക്കുന്നെങ്കിൽ ഇനിയും ഒരു സോദോം ഗോമോറ ഭൂമിയിൽ രൂപം പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ സംവിധാനങ്ങൾ അണിയറയിൽ നടക്കുമ്പോൾ അതിൻ്റെ ജ്ഞാനത്തിൻ്റെ തലവും അറിവിൻ്റെ തലവും ഉപയോഗിച്ചുള്ള യന്ത്രങ്ങളും വസ്തുക്കളും കണ്ടുപിടിക്കപ്പെട്ട് കഴിയുമ്പോൾ അതതിൻ്റെ പൂർണ്ണ രൂപത്തിൽ പുറത്തേക്ക് വരും. അതാണ് എൻ്റെ അതീന്ദ്രിയ ജ്ഞാനതലം. അപ്പോൾ ഒരു സോദോം ഗോമോറ മനുഷ്യൻ്റെ തൊട്ടു മുമ്പിൽ ആയിക്കഴിഞ്ഞുവെന്നും അത് ഏതു നിമിഷവും പുറത്തേക്ക് അതിൻ്റെ നീക്കി പുറത്തു വരുമെന്നും അത് എല്ലാവരും കണ്ട് ആസ്വദിക്കുമെന്നും എല്ലാവർക്കും ഓരോ രീതിയിലുള്ള പങ്കാളിത്തം ഉണ്ടാകുമെന്നും അത് സർവശക്തനായ പ്രപഞ്ച സൃഷ്ടാവായ
ദൈവത്തെ, സർവശക്തനായ യേശു ക്രിസ്തുവിനെ അത് പ്രകോപിപ്പിക്കുമെന്നും ആ പ്രകോപനത്തിൻ്റെ ഫലമായി കർത്താവ് പറഞ്ഞത് എന്താണ്? ഇവിടെ എഴുതി വെച്ചിട്ട് വചനം നമ്മൾ നോക്കണം. അസഹിഷ്ണുവായ അവിടുത്തെ ക്രോധത്തിൻ്റെ അഗ്നിയിൽ, സർവശക്തനായ ദൈവത്തിന് സഹിഷ്ണുത നഷ്ടപ്പെടുന്ന, ദൈവത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ പദ്ധതി മാറ്റിവെക്കുന്ന സഹിഷ്ണുതയും സമചിത്വതയും കർത്താവ് കൈമാറ്റി വെച്ച് അതെടുത്തു കളഞ്ഞ് ക്രോധത്തിൻ്റെ അഗ്നിയിൽ ഭൂമി മുഴുവനും ദഹിച്ചു പോകുന്ന അവസ്ഥയിൽ ഭൂവാസികളെ മുഴുവനും പൂർണ്ണമായും പെട്ടെന്ന് കർത്താവ് ഉന്മൂലനം ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഈ സോദോം ഗോമോറയോട് അനുബന്ധിച്ച് കർത്താവ് ഒരുക്കുന്നുമുണ്ട്. സോദോം ഗോമോറ മനുഷ്യനൊരുക്കുമ്പോൾ അതിനെ നശിപ്പിക്കാൻ തക്കവിധം ദൈവത്തിൻ്റെ ഒരു അഗ്നിയുടെ പദ്ധതി ദൈവം തന്നെ അത് ഒരുക്കി വെക്കുന്നുണ്ട്. അത് മനുഷ്യനിർമ്മിതവുമായി മനുഷ്യൻ്റെ കയ്യിൽ തന്നെ നിർമ്മിച്ചു കൊടുത്ത് മനുഷ്യൻ്റെ മേൽ തന്നെ ഉപയോഗിക്കാൻ സർവശക്തനായ ദൈവം ഇടവരുത്തും. അതാണ് സോദോം ഗോമോറയുടെ അടുത്ത പദ്ധതി. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യവും യാഥാർത്ഥ്യവും ഇപ്രകാരമാണ്. ലോകം ഇപ്പോൾ സോദോം ഗോമോറയുടെ അണ്ടർഗ്രൗണ്ട് സിസ്റ്റമാണ് കാണുന്നത്. അതായത് ഭൂമിക്ക് മുകളിൽ മനുഷ്യൻ പെട്ടെന്ന് നോക്കിയാൽ എവിടെയാണ് സോദോം ഗോമോറ എന്ന് മനസ്സിലാക്കാൻ പറ്റുകയില്ല. എന്നാൽ ഭൂമിയുടെ ഉൾഭാഗത്തും മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലും ചില രഹസ്യ ഭാഗങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും സൂക്ഷിക്കുന്ന സോദോം ഗോമോറകൾ ലോകത്ത് എല്ലായിടത്തും ഇപ്പോൾ ആയിക്കഴിഞ്ഞു. എന്നാൽ അതതിൻ്റെ മറന്നീക്കി പൂർണ്ണാവസ്ഥയിലേക്ക് വരുന്ന അവസ്ഥ 2030 കാലഘട്ടങ്ങളിൽ വരുമ്പോൾ ഉണ്ടാകുമെന്നും അതിൻ്റെ ടെക്നോളജികളെല്ലാം ലോകത്ത് നിർമ്മിക്കപ്പെട്ടു കഴിഞ്ഞുവെന്നും മനസ്സിലാക്കുമ്പോൾ തൊട്ടടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സർവശക്തനായ ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ. അത് സോദോം ഗോമോറയെ സംബന്ധിച്ചാണെങ്കിൽ കർത്താവ് എന്ന് പറഞ്ഞാൽ തീയും ഗന്ധവും എന്നാണ് പറയുന്നത്. അതിൻ്റെ ഇന്നത്തെ ഭാഷയാണ് അണുബോംബുകൾ. ആ അണുബോംബിൻ്റെ യുദ്ധം, അണുബോംബിൻ്റെ സ്ഫോടനങ്ങൾ ഭൂമിയിൽ തൊട്ടടുത്താണ് ഉള്ളതെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ജ്ഞാനത്തിൻ്റെ തലത്തിൽ എഴുതപ്പെട്ട വചനത്തിൻ്റെ അറിവിൻ്റെ തലം അതിൻ്റെ പൂർണ്ണാവസ്ഥ പ്രാപിച്ച് ഇനി അതിൻ്റെ പരിണതഫലം വരികയും വേണ്ടു. അത്രയും തൊട്ടടുത്തെത്തിയ ഒരു കാലഘട്ടത്തിൽ കൂടെ ലോകം കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അടുത്തു തന്നെ ഒരു ആണവ യുദ്ധം ഭൂമിയിലുണ്ടാകും എന്നാണ്. അതിൻ്റെ പരിണതഫലം അമാനുഷികമാണ്, അചിന്തനീയമാണ്. അത് പറയാതെ തന്നെ നിങ്ങളെ കഴിയുന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഇനി അതിൻ്റെ തന്നെ മറ്റൊരു തലമാണ് പ്രതീകാത്മക അർത്ഥങ്ങൾ. കുറേയേറെ ടെക്നോളജിയിൽ കൂടെ സർവശക്തനായ ദൈവം പറഞ്ഞു വെച്ച പ്രതീകാത്മക അർത്ഥങ്ങൾ പൂർണ്ണമായും നീക്കി പുറത്തു വന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, വെളിപാട് പുസ്തകം 13-ാം അധ്യായം 14 ദിവസത്തിൽ എയർ റോബോട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് നിർമ്മിക്കപ്പെടുകയും അത് മനുഷ്യൻ കാണുകയും ചെയ്തപ്പോൾ ഇനി അതിൽ പ്രതീകാത്മക അർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ വെളിപാട് പുസ്തകം 21-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ കർത്താവ് പറയുന്നത്, ഇതാ പുതിയ ആകാശം, വെളിപാട് കർത്താവ് എഴുതി വെച്ച വചനം, അതിന് കർത്താവ് എഴുതി വെച്ചിങ്ങനെയാണ്, ഒരു പുതിയ വെളിപാട് പുസ്തകം 21-ാം അധ്യായം 1-ാം തിരുവചനം, ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരുടെ കൂടെ, അവിടുന്ന് അവരോട് ഒത്തുവസിക്കും, അവിടുന്ന് അവർക്കൊരു ജനമായിരിക്കും, അവിടുന്ന് അവരുടെ കൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മെഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. അങ്ങനെ പഴയതിനെ കടത്തി കളയുന്ന, പഴയതിനെ ഒഴിവാക്കി കളയുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും വരിക എന്ന പ്രക്രിയ അടുത്തെത്തിയ ഒരു പശ്ചാത്തലം. അവിടെയാണ് നാം ചില അറിവിൻ്റെ തലവും ജ്ഞാനത്തിൻ്റെ തലവും അതീന്ദ്രിയ ജ്ഞാനതലമായ പ്രബോധന ഗ്രന്ഥങ്ങളും പ്രബോധന ജ്ഞാനവും നാം മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ആദ്യത്തെ ആകാശവും ആദ്യത്തെയും ഭൂമിയും കടന്നുപോയിക്കൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അതിനെ നിർവീര്യമാക്കണമെങ്കിൽ ആണവ സ്ഫോടനം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. കാരണം മനുഷ്യൻ ചെയ്തു കൂട്ടിയ തിന്മയെ നശിപ്പിക്കുവാൻ, തിന്മയിലുള്ള ദുരാത്മാക്കളെ നശിപ്പിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് ഈ ആണവ സ്ഫോടനം തന്നെ വേണം. അങ്ങനെ ഭൂമിയെ കത്തിച്ചെങ്കിലേ ആകാശവും സൂര്യൻ ചന്ദ്രനും ഭൂമിയും ഒറ്റ സെക്കൻഡിൽ കത്തുമെന്ന് കർത്താവ് എഴുതിച്ച വചനമാണ് ഞാൻ മുമ്പ് ആദ്യമായി ചെയ്യിപ്പിച്ചത്. അതാണ് സെഫാനിയ 1:18. അവിടെ ഇങ്ങനെ വരുന്നുണ്ട്, അസഹിഷ്ണുവായ അവിടുത്തെ ക്രോധത്തിൻ്റെ അഗ്നിയിൽ ഭൂമി മുഴുവൻ ദഹിച്ചു പോകും, ഭൂവാസികളെ മുഴുവനും അവിടുന്ന് പൂർണ്ണമായും പെട്ടെന്നും ഉന്മൂലനം ചെയ്യും. അപ്പോൾ ഒറ്റ സെക്കൻഡിൽ എന്നതുപോലെ ഈ പ്രപഞ്ചത്തെ നീക്കിക്കളയുവാൻ, നശിപ്പിച്ച് കളയാൻ, അങ്ങനെ കളയാൻ സർവശക്തനായ ദൈവം അനുവദിക്കുകയും ആ അനുവദിക്കപ്പെട്ട് ആദ്യത്തെ ആകാശവും ഭൂമിയും കടന്നുപോയതിനു ശേഷം
പിന്നീട് 2 വസ്തുക്കളായിട്ട് പ്രപഞ്ചം ചുരുങ്ങുന്നു. ഒന്ന് നിത്യപാതാളവും ഒന്ന് നിത്യജീവൻ്റെ സ്ഥലമായ നിത്യജീവൻ വസിക്കുന്ന സ്വർഗീയ മഹത്വം. ഇത് രണ്ടും രണ്ടേ രണ്ട് പ്രപഞ്ച വസ്തുക്കളായിട്ട് മാറാൻ ഇനി നമ്മുടെ മുമ്പിൽ ആകപ്പാടെ അവശേഷിക്കുന്നത് 7 വർഷം മാത്രമാണ്. 2013 ശേഷം ഏതാനും ചില മാസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. മനസ്സിലാക്കുമ്പോൾ നാം നമ്മുടെ തീക്ഷ്ണതയും ഒരുക്കവും എത്രമാത്രം ജ്വലനത്തോടെ വിശ്വാസത്തിനെ വർദ്ധിപ്പിച്ച്, വിശുദ്ധിയെ വർദ്ധിപ്പിച്ച്, സദ്ബലങ്ങൾ വർദ്ധിപ്പിച്ച്, കുംഭസാരത്തിനായിട്ട് ഒരുങ്ങി പാപങ്ങളെയും പാപസായങ്ങളെയും തിന്മയുടെ ദുരാത്മാക്കളെയും വെറുത്തുപേക്ഷിച്ച് അതിൻ്റെ മീഡിയകളോ അതിൻ്റെ വസ്തുക്കളോ അതിൻ്റെ ആശയങ്ങളോ എന്നേക്കുമൊട്ട് ഉപേക്ഷിച്ച് പരിശുദ്ധിയോടെ ജീവിച്ചിരിക്കാൻ പറ്റിയ ചുരുങ്ങിയ സമയം മാത്രം നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ നാം ഒരുങ്ങിയോ ഇല്ലയോ? ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ശാരീരികമായിട്ടുമുള്ള ഒരുക്കം, അതായത് സോദോം ഗൊമോറ കാലം രൂപം പ്രാപിക്കുമ്പോൾ എങ്ങനെ ഒരുങ്ങണം, ലോത്തിൻ്റെ നാളുകളിൽ മനുഷ്യൻ എങ്ങനെ ഒരുങ്ങി, നോഹയുടെ ദിനങ്ങളിൽ എങ്ങനെ ഒരുങ്ങി എന്നതിനെപ്പറ്റി വ്യക്തമായ അവബോധം ശാസ്ത്രീയമായും ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലും അതീന്ദ്രിയ തലത്തിലും പ്രവാചകപരത്തിലും പ്രബോധനപരത്തിലും നാം രൂപം പ്രാപിച്ചില്ലെങ്കിൽ നമ്മെ നശിപ്പിക്കുവാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. പ്രത്യേകിച്ചും സകലപരമ ദുർബലർക്കെതിരെ ഞാൻ കരമുയർത്തുമെന്ന് കർത്താവ് പറയുന്നത്. ദുർബലർക്കെതിരെ ഞാൻ കരമുയർത്തും. എന്നിട്ട് എന്താ കർത്താവ് പറയുന്നത്? ദുർബലർക്കെതിരെ ഞാൻ കരമുയർത്തും. കർത്താവ് അരുളി ചെയ്യുന്നു, എന്നോട് ചേർന്ന് നിൽക്കുന്നവനെതിരെ വാളെ നീ ഉയരുക, ഇടയനെ വെട്ടുക, ആടുകൾ ചിതറട്ടെ, ദുർബലർക്കെതിരെ ഞാൻ കരമുയർത്തും. കർത്താവ് അരുളി ചെയ്യുന്നു, ദേശവാസിയിൽ 3/2 ഭാഗം നശിപ്പിക്കപ്പെടും, 1/3 ഭാഗം ശേഷിക്കും. ഈ 1/3 ഭാഗത്തെ വെള്ളി എന്നതുപോലെ ഞാൻ ശുദ്ധീകരിക്കും, സ്വർണമെന്ന പോലെ മാറ്റി പരിശോധിക്കും. സക്രിയ 12:7 മുതൽ വായിക്കണം പ്രിയപ്പെട്ടവരെ. അത്ര വലിയ സഹനവും അത്ര വലിയ പ്രശ്നങ്ങളും ലോകത്ത് വരാനിരിക്കുമ്പോൾ നാം എപ്രകാരം ഒരുങ്ങണമെന്നതിനെപ്പറ്റി ജ്ഞാനത്തിൻ്റെ തലത്തിലും അറിവിൻ്റെ തലത്തിലും അതീന്ദ്രിയ ജ്ഞാനതലത്തിലും പ്രവാചക പ്രബോധന വരത്തിലും നാം ജ്ഞാനം ആർജിച്ചില്ല എങ്കിൽ പരാജയപ്പെടുകയും ദൗർബല്യം നമ്മളെ കീഴടക്കിക്കൊണ്ട് നാം നമ്മുടെ ആത്മാവും മനസ്സും ശരീരവും സാത്താൻ്റെ അടിമത്തത്തിലേക്ക് കൊടുക്കുകയും ചെയ്താൽ ഒരു വിമോചനം എന്നത് അസാധ്യമായിരുന്നു. ആ അസാധ്യത അല്ലെങ്കിൽ അസാധ്യമാകുന്ന അവസ്ഥയിൽ നാം തോറ്റാൽ നമുക്ക് പിന്നീട് വരുന്നത് നിത്യപാതാളമാണ്. ഇന്ന് ലോകത്ത് നിർമ്മിച്ചു വച്ചിരിക്കുന്ന എല്ലാ ആണവ ആയുധങ്ങളുടെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നിമിഷം പൊട്ടുമെന്ന് പറഞ്ഞിരിക്കുന്ന വചനമാണ് മുമ്പേ വായിച്ചത്. അപ്പോൾ അങ്ങനെ പൊട്ടിയാൽ ഉണ്ടാകുന്ന പരിണിത ഫലം ആഫ്റ്റർ പ്രൊഡക്ഷൻ, അതിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നതാണ്, പരിണിത ഫലം എന്ന് പറയുന്നതാണ് ഈ 1 കോടി ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടുള്ള ഈ പാതാളം. അതാണ് നിത്യപാതാളം. അങ്ങനെയാണ് പാതാളം നിർമ്മിക്കപ്പെടുന്നത്. ആ പാതാളം നോക്കി ഇപ്പോൾ കാണാനില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്: ആ പാതാളം എന്നത് ഈ ആണവ സ്ഫോടനത്തിന് ശേഷമുണ്ടാകുന്ന ഒരു പ്രത്യേക സ്ഥലമാണ്. അത് ഭൂമിയാണ്. ആ ഭൂമി മുഴുവനും ആണവ സ്ഫോടനത്തെ നശിക്കുകയും അത് നിത്യചൂടായിട്ട്, നിത്യപാതാളമായിട്ട്, നിത്യചൂളയായിട്ട് ചൂള പോലെ കത്തുന്ന ദിനം വരുന്നു എന്ന് കർത്താവ് മലാഖയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. മലാഖ പറയുന്നത് അത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ വന്നു കഴിയുമ്പോൾ അത് വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്. അവിടെ പല രീതിയിൽ എഴുതിയിട്ടുണ്ട്. ധാരാളം സ്ഥലങ്ങളിൽ ധാരാളം പ്രാവശ്യമായിട്ട് വെളിപാടിൻ്റെ പുസ്തകത്തിൽ അത് എന്താണ് സംഭവിക്കുന്നത് എഴുതി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ 8-ാമത്തെ അധ്യായം, വെളിപാടിൻ്റെ പുസ്തകം 8-ാം അധ്യായം അതിന് തികിൻ്റെ വെച്ചിരിക്കുകയാണ്. 8:12 4-ാമത്തെ ദൂതന് കാഹളമൊഴുക്കി, അപ്പോൾ സൂര്യൻ്റെ 3-1 ചന്ദ്രൻ്റെ 3-1 നക്ഷത്രങ്ങളുടെ 3-1 തകർക്കപ്പെട്ടു എന്നറിയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം 3-1 തകർക്കപ്പെടുന്നെങ്കിൽ പിന്നീട് അത് പൂർണ്ണമായിട്ടും തകർക്കപ്പെടും. ഇതൊക്കെ തൊട്ടടുത്ത് എത്ത പശ്ചാത്തലമാണ്. അതായത് ലോത്തിൻ്റെ നാളും നോഹയുടെ ദിനങ്ങളും തൊട്ട് മുമ്പിലാണ് നമ്മുടെ ഉള്ളത്. അതൊരു വലിയ സോദോം ഗൊമോറ രൂപപ്പെട്ടു വരുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ. അതിനാൽ പ്രിയപ്പെട്ട നമ്മൾ അതിൻ്റെ അറിവിൻ്റെ തലം, ജ്ഞാനത്തിൻ്റെ തലം എഴുതി വെച്ചു ദൈവവചനം. അതിൻ്റെ അറിവിൻ്റെ തലത്തിലാണ് ഇപ്പോൾ അത് പ്രൊഡക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ അതീന്ദ്രിയ തലമായ അതിൻ്റെ പരിണിത ഫലത്തിലേക്ക് ലോകം പോകുമ്പോൾ അസഹിഷ്ണുവായ ദൈവത്തിൻ്റെ ക്രോധം ഭൂമിയിൽ നിബന്ധിക്കുമെന്നും അത് ആണവ സ്ഫോടനമായിട്ട് മാറുമെന്നും ഈ ലോകമില്ലാതെയായി 2 പ്രപഞ്ച വസ്തുക്കളായിട്ട് മാറുമ്പോൾ നാം എവിടെ ആയിരിക്കണം ചിന്തിക്കാനുള്ള സമയം കൂടിയാണ് ഇത്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ 2-ാം വരവ് പടിവാതിൽ നിൽക്കുമ്പോൾ തൊട്ടടുത്ത് ഒരു സോദോം ഗൊമോറയുണ്ടെന്നും അതിനോട് ചേർന്ന് അതിനപ്പുറം ഇപ്പുറമായിട്ട് വലിയ വ്യത്യാസമില്ലാതെ ഒരു നോഹയുടെ പേടകമുണ്ടെന്നും നാം മനസ്സിലാക്കിയാൽ നമുക്ക് രക്ഷപ്പെടാൻ എളുപ്പമുണ്ട്. അതിനായി നമ്മെ ഒരു സർവശക്തനായ ഈശോ അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.